പ്രിയപ്പെട്ടവരെ, ഇത് മലപ്പട്ടം വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയ രേഖയാണ്. മലപ്പട്ടം വില്ലേജ് ഓഫീസിൽ നിന്ന് CPM ലോക്കൽ കമ്മിറ്റി എഴുതിയ രേഖയല്ലെന്ന് മേൽസൂചനയിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. മലപ്പട്ടം വില്ലേജിലെ മലപ്പട്ടം വംശം ചൂളിയാട് ദേശത്ത് റീസർവേ 122 1350 ഹെക്ടർ സ്ഥലം പുറമ്പോക്ക് ഭൂമിയല്ലെന്നും ആയത് കക്കണ്ടകത്ത് കമാൽ മുതൽ സൺ ഓഫ് അബ്ദുള്ള CP എന്നവരുടെ പേരിലാണ് ഉള്ളത് എന്നും ആയതിന്റെ അതിരുകൾ താഴെ പറയും പ്രകാരമാണെന്നും വില്ലേജ് റെക്കോർഡുകൾ പരിശോധിച്ചതിൽ ബോധ്യപ്പെട്ട വിവരം അറിയിക്കുന്നു. വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ്. ഈ നാടകത്തെ യൂത്ത് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാം നല്ലതുപോലെ കാണണം. ഇത് കമാലിന്റെ സ്ഥലം കയ്യേറുക, കമാലിന്റെ പേരുള്ള സ്ഥലം കയ്യേറിയിട്ട് അവിടെ കോൺഗ്രസിന്റെ കൊടിമരണ്ടാക്കുക, എന്നിട്ട് ഒരു നാണവും മാനില്ലാതെ പറയാ എന്റെ സ്വന്തം സ്ഥലത്താണ് കൊടിമരം സ്ഥാപിച്ചിട്ടുള്ളത്, ആ കൊടിമരം മാർക്സിസ്റ്റുകാരത കളഞ്ഞിരിക്കുന്നു എന്നുള്ളത്, ആ കൊടിമരം മാർക്സിസ്റ്റ് കളഞ്ഞു എന്നുള്ളതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാന്റെ സ്ഥലം കയ്യേറിയിട്ട് എന്ത് വൃത്തികേടുകളും കാണിക്കാം, എന്നിട്ട് കുറ്റം മുഴുവൻ CPM-ന്റെ പേര്. ഇതല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇയാളല്ലേ നാട് നന്നാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇയാളുടെ പ്രവർത്തനത്തെ കുറിച്ചല്ലേ ഈ നാട് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് നോക്കുമ്പോ നടുവിലുള്ള രമേശന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, നിങ്ങളുടെ നേതാവിന്റെ രണ്ടാമത്തെ കാര്യം കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറയുന്നതല്ല, ഇത് വില്ലേജ് ഓഫീസർ തന്നതാണ്. ആ വില്ലേജ് ഓഫീസറോട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു വാങ്ങിയ രേഖയാണിത്. കോൺഗ്രസുകാരൻ നല്ലോണം മനസ്സിലായിരിക്കും. എന്താ രമേശന്റെ പോസ്റ്റ്? CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ഒന്നല്ല രമേശൻ. രമേശൻ ഒരു സാധാരണ ജോലിക്കാരനാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്താ പറയുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് പണിയെടുത്തിട്ട് പൈസ കിട്ടാത്ത ആദ്യത്തെ അനുഭവമാണ്. എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ പണിയെടുത്തിട്ട് പൈസ കിട്ടാത്ത ആദ്യത്തെ അനുഭവമാണ്. കണ്ടാൽ എന്തൊരു മാന്യൻ നോക്കിയാട്ടെ. വർക്ക് തീർത്തു കൊടുത്തിട്ട് 2 മാസമായി. അത്ര നിസ്സാരമായ പണിയൊന്നും അല്ല, രാത്രിയും പകലും കഷ്ടപ്പെട്ട് എടുത്തത്. സമയത്തിന് ഈ വർക്ക് തീർത്തു കൊടുത്തു. 2 മാസമായിട്ട് പൈസ ചോദിച്ചിട്ട് വരുന്നില്ലേ? പുറകെ നടക്കുന്നു, വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലേ, വാട്സപ്പിൽ മറുപടിയുമില്ല. ശ്രീകണ്ഠാപുരം അടുവാപ്പുറ സ്വദേശിയാണ് ഇവൻ. നാട്ടിലെ പൊതുപ്രവർത്തകനാണ് പോലും. ഇവനെയൊക്കെ താങ്ങി നടക്കുന്നവരെ സമ്മതിക്കണം. എന്റെ പണിയെടുത്ത പൈസ തന്നിട്ട് കവർ ഫോട്ടോ വെക്കണ നാണം കെട്ടവരെ. രമേശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, കവർ ഫോട്ടോ മനോഹരമായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ നേതാവ് സനീഷിന്റെ ഫോട്ടോ. പണിയെടുത്ത പൈസ കൊടുത്തിട്ട് വർത്താനം പറ. 4 ചാനലുകളെ കിട്ടുമ്പോ വലിയ നിലയിൽ നിങ്ങൾ വീരസ്യം പറയുന്നുണ്ടല്ലോ, രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, കരയുന്നുണ്ടല്ലോ ചാനലുകൾക്ക് മുന്നിൽ നിന്ന്. പണിയെടുത്ത പണം കൊടുക്ക്. പാവപ്പെട്ടോ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഒരു ചില്ലിക്കാശും കൊടുക്കുന്നില്ല. ഇനി മയ്യിൽ പോലീസ് സ്റ്റേഷനിലെ 3ാമത്തെ FIR നോക്കിക്കോ നിങ്ങൾ. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മാർച്ച് മാസം 29-ാം തീയതി 18-14 എന്ന് പറഞ്ഞാൽ 6-14 വൈകുന്നേരം മയ്യിൽ പോലീസ് സ്റ്റേഷൻ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIR-ന്റെ പരാതിക്കാരെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 22/2/2024 13:30 മണിക്ക് ഒരു വീട്ടിൽ അതിക്രമിച്ച കയറിയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മഹാമാന്യനായിട്ടുള്ള ഇദ്ദേഹത്തിനെതിരായിട്ട് മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ FIR ഉള്ളത് എന്നുള്ളത് ആ FIR പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യം. ഇതാ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കയ്യിലിരിപ്പ്. ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ വെച്ചുകൊണ്ടാണ് അടുവാപ്പുറത്തെ മലപ്പട്ടത്തെ CPM-നെ ശരിപ്പെടുത്തി കളയാമെന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരു കാര്യം മനസ്സിലായിക്കോ. കോൺഗ്രസുകാരാ, ഈ നേതാവിനെ വെച്ചുകൊണ്ടാണ് ഈ നാടകത്ത് കോൺഗ്രസ് ഉണ്ടാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇന്ന് മലപ്പട്ടത്തുള്ള കോൺഗ്രസ് ഉൾപ്പെടെ നാളെ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ കീഴിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് കാര്യം സംശയമില്ലേ? നിങ്ങൾ ഇവരെ വെച്ചിട്ടാണ് ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്ത് തോന്നിയാസം കളിക്കുക, ഈ നാടകത്ത് എന്ത് അക്രമവും സംഘടിപ്പിക്കാം.
എന്ത് വൃത്തികേടുകളും ഈ നാടകത്ത് കാട്ടിക്കൂട്ടാം. എന്നിട്ട് അതിനെ എല്ലാം ന്യായീകരിച്ചുകൊണ്ട് ഈ കേരളത്തിനകത്തെ ഈ മലപ്പട്ടത്തെ അടുവാപുറത്തെ CPM-നെതിരായിട്ട് വ്യാപകമായിട്ടുള്ള കള്ള പ്രചാരവേല സംഘടിപ്പിച്ചുകൊണ്ട് CPM തകർക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വരുമ്പോ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങണം, ജനങ്ങൾ അണിനിരക്കണം. ഒരക്രമത്തിനും നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടതില്ലേ? ഒരാളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയും പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും നമ്മൾ നിഷേധിക്കുന്നില്ലേ? ഒരാൾക്കെതിരായിട്ടും തെറ്റായിട്ടുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കുന്നില്ലേ? ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടിയിട്ട് പ്രവർത്തനം സംഘടിപ്പിക്കാം. പക്ഷെ അത് CPM-ന്റെ നെഞ്ഞത്ത് കയറിയിട്ട് മാത്രമേ ഞാൻ നടത്തൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോ ജനങ്ങൾ ഇറങ്ങും. അത് ജനങ്ങൾ ഇറങ്ങും. ഏത് പ്രദേശത്തും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം. ഈ മലപ്പട്ടത്തെ പാർട്ടിക്കെതിരായിട്ട് നേരത്തെ ആക്രമണം ഉണ്ടായിട്ടുണ്ടല്ലോ. കോൺഗ്രസ് വിവിധങ്ങളായ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ലേ? അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഈ മലപ്പട്ടത്തെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് ഗ്രാമമായിട്ട് മാറിയിട്ടുള്ളത്. ഇവിടെ CRPP ക്യാമ്പ് ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥക്ക് മുമ്പ് കൂവന്തലയിലെ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ CRP ക്യാമ്പ് ഉണ്ടായ നാടാ ഈ മലപ്പട്ടെന്ന് പറയുന്നത്. അതിനെ ഞങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. ആ CRP ക്യാമ്പ് പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവിന്റെ കുടുംബം നിങ്ങൾ ഇന്ന് നോക്കോ, മഹാഭൂരിപക്ഷം പേരും CPM-ന്റെ കൂടിയാണ് എന്നുള്ളത് കോൺഗ്രസ് മറക്കണ്ട. ഈ നാടകത്ത് നിരവധി സംഭവങ്ങളില്ലേ? അടിയന്തരാവസ്ഥക്ക് മുമ്പ് തന്നെ 10ഓ 18ഓ കേസുകൾ ഈ മലപ്പട്ടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചുമത്തിയിട്ടില്ലേ? അതിനെയെല്ലാം നേരിട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നിട്ടുള്ളത്. ഈ നാടകത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ഈ നാടകത്തെ ജനങ്ങളുടെ ജീവിതം ഏറ്റവും നല്ലതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്